അല്ല, ട്രിപ്പ് പ്ലാനിംഗ് ഒക്കെ അടിപൊളിയായി നടക്കുന്നുണ്ടാവും അല്ലേ? എന്നാൽ ഇനി ധൈര്യമായി പ്ലാനിംഗ് തുടങ്ങിക്കൊള്ളൂ. അൽ-അമീൻ ടൂർസ് ആൻഡ് ട്രാവൽസ് ഉണ്ട്, വിശ്വസിച്ച് കൂടെ കൂട്ടാൻ. നിങ്ങളുടെ ട്രിപ്പ് കൂടുതൽ മനോഹരമാക്കാൻ ഇപ്പോൾ തന്നെ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യും. ഓണാവധി കഴിഞ്ഞ് സ്കൂളിലേക്ക് മടങ്ങിയെത്തുന്ന കുട്ടികളെ കാത്തിരിക്കുന്നത് ശീതീകരിച്ച ഹൈടെക് ക്ലാസ് മുറികൾ. വാണിയംകുളം പനയൂർ TMUP സ്കൂളിൽ പുതുതായി നിർമ്മിച്ച ശതാബ്ദി കെട്ടിടത്തിന്റെ ഉദ്ഘാടനം വിദ്യാഭ്യാസ മന്ത്രി N. ഷംസുദ്ദീൻ നിർവഹിച്ചു. ഒരുപക്ഷെ കേരളത്തിലെ തന്നെ മുഴുവൻ ക്ലാസുകളും ശീതീകരിച്ച ഹൈടെക്കായ വിദ്യാലയം TMUP സ്കൂൾ ആയിരിക്കുമെന്ന ഉദ്ഘാടന പ്രസംഗത്തിൽ മന്ത്രി സൂചിപ്പിച്ചു. വളരെ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള കെട്ടിടങ്ങളും അതിന്റെ സംവിധാനങ്ങളുമാണ് ഇവിടെ കോൺഗ്രസ് എന്ന് പറയുന്നതിന്റെ മാനേജർ ഒരുക്കിയിട്ടുണ്ട്. പ്രകൃതിയോട് ഇഴുകിച്ചേരുന്ന വിധമാണ് ഇതിന്റെ നിർമ്മാണവും. നല്ല മനോഹരമായ കെട്ടിടം. എന്തായാലും നമ്മൾ സംഘടിക്കുന്നത് തന്നെ ഒരു ഓപ്പൺ ഓഡിറ്റോറിയത്തിൽ എന്ന പോലെ നല്ല വിശാലമായി അതിനിപ്പുറത്താകട്ടെ വളരെ അപൂർവമായ കാഴ്ചയാണ്. ഉത്സവാന്തരീക്ഷത്തിൽ വൻ ജനാവലിയെ സാക്ഷ്യമാക്കിയായിരുന്നു ഉദ്ഘാടന ചടങ്ങ് സംഘടിപ്പിച്ചത്. മാനു മുസ്ലിയാർ ഇസ്ലാമിക് കോംപ്ലക്സിൽ നിന്നും നൂറുകണക്കിന് ആളുകൾ അണിനിരന്ന ഘോഷയാത്ര വേറിട്ട കാഴ്ചയായി. 2 കെട്ടിടങ്ങളിലായി ശീതീകരിച്ച 14 ഹൈടെക് ക്ലാസ് മുറികളാണുള്ളത്. P. മമ്മിക്കുട്ടി MLA അധ്യക്ഷനായി. വാണിയംകുളം പഞ്ചായത്ത് പ്രസിഡന്റ് K. ശ്രീജ, സ്കൂൾ പ്രധാനാധ്യാപിക K. ലീന, ജില്ലാ പഞ്ചായത്ത് അംഗം A. സിന്ധുമോൾ, ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി അംഗം K. ഗംഗാധരൻ, പഞ്ചായത്ത് സ്ഥിരം സമിതി അംഗങ്ങളായ ലക്ഷ്മി, NM അബ്ദുൾ സലാം, PTA പ്രസിഡന്റ് P. അനിൽകുമാർ, സ്കൂൾ മാനേജർ K. മൊയ്തുപ്പ ഹാജി, മാനേജ്മെന്റ് കറസ്പോണ്ടന്റ് KT സൈദലവി, K. ഭാസ്കരൻ തുടങ്ങിയവർ സംസാരിച്ചു. ഹൈടെക് ക്ലാസ് മുറികളിലേക്കുള്ള AC-യും TV-യും ഉൾപ്പെടെ പൂർവ്വ വിദ്യാർത്ഥികളുടെയും അധ്യാപകരുടെയും കൂട്ടായ്മയിലാണ് സംഘടിപ്പിച്ചത്. വിരമിച്ച അധ്യാപകരും ഈ ഉദ്യമത്തിൽ വലിയ സംഭാവനകൾ നൽകിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് CCV. അവധി ദിവസങ്ങൾ കുടുംബത്തോടൊപ്പം ആഘോഷിക്കാൻ ഒരു സ്വപ്നയിടം തേടുകയാണോ? ഗ്രാമീണതയുടെ സൗന്ദര്യവും ആധുനിക സൗകര്യങ്ങളും ഒരുമിച്ച് ചേരുന്ന ആനമല ഹോം സ്റ്റേസിലേക്ക് സ്വാഗതം.